സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം. പൊന്നു വാങ്ങാൻ പൊന്നുവേണം. ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ്. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് 10,000 രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും. അപ്പോൾ തീയതി മറക്കണ്ട, ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 15 വരെ. അപ്പോൾ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. യോഗക്ഷേമ സഭ സംസ്ഥാന സമ്മേളനം സമന്വയം 2025 ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും. യോഗക്ഷേമ സഭ സംസ്ഥാന സമ്മേളനം സമന്വയം 2025 ശനി ഞായർ ദിവസങ്ങളിൽ EMS മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കും. ശനിയാഴ്ച രാവിലെ 6 മണിക്ക് ശബരിമല മുൻ മേൽശാന്തി പുത്തില്ലം മഹേഷ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്തിൽ നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ സമ്മേളനം ആരംഭിക്കും. സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട് പതാക ഉയർത്തും. തുടർന്ന് ജില്ലാ വനിതാ വിഭാഗം അവതരിപ്പിക്കുന്ന സ്വാഗത നൃത്ത ശില്പവും വിവിധ കലാപരിപാടികളും നടക്കും. വ്യവസായിക വാണിജ്യ മേഖലകളിൽ വിജയം നേടിയ സഭാംഗങ്ങളുടെ ഒത്തുചേരൽ, വിജയമുദ്ര എന്നിവയുണ്ടാകും. സംസ്ഥാന കൗൺസിൽ യോഗം ഉച്ചയ്ക്ക് ശേഷം നടക്കും. ഒരു കാലഘട്ടത്തിൽ സഭയുടെ ഉള്ളിൽ തന്നെ പരിവർത്തനങ്ങളൊക്കെ അനവധി വന്നിട്ടുള്ളത് മറ്റു പുറത്തുനിന്നുള്ള സമുദായത്തിനുള്ളിൽ തന്നെയുള്ള ആൾക്കാർ അത്യധ്വാനം ചെയ്ത ആളുകൾ മാറ്റിയെടുത്തുന്നൊക്കെ വീതിയുടെ കഥ നമ്മളെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ യോഗക്ഷേമ സഭ കാലിക പ്രസക്തിയുള്ള ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളത് സത്യമാണ്. 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇന്നത്തെ സമാജത്തിൽ കാണുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും തോന്നിവാസങ്ങൾക്കും ഒരുപാട് മൂല്യശോഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ ഒരു നേതൃത്വപരമായ ഭൗതികമായ സമർപ്പണ ബുദ്ധിയോടുള്ള ആചാര സമർപ്പണത്തോടുകൂടിയുള്ള ശങ്കരാചാര്യ സ്വാമികൾ മുമ്പോട്ട് വെച്ച വലിയ ദീർഘവീക്ഷണത്തോടുള്ള ഒരു പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. നമുക്കറിയാം, കേരളത്തിൽ മൊത്തം തന്നെ ഈ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശങ്കരാചാര്യ സ്വാമികൾ അദ്വൈതം രണ്ടില്ല ഒന്നാണെന്ന് പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലോക്കർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളന സ്മരണിക കാലടി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ K. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പ്രകാശനം ചെയ്യും. വിവിധ ജില്ലകളിൽ നിന്നുള്ള സഭാംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ഉണ്ടാകും. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ശങ്കരാചാര്യ ചരിതം എന്ന നൃത്താവിഷ്കാരവും തുടർന്ന് വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ ഗുരുവന്ദനം സിനിമാ താരം ബാബു നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. 11-ന് സമന്വയ സമ്മേളനം ആഴ്വാഞ്ചേരി കൃഷ്ണൻ തമ്പ്രാക്കൾ ഉദ്ഘാടനം ചെയ്യും. 2:30-ക്ക് സമാപന ഘോഷയാത്ര EMS മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിന്നും ആരംഭിച്ച് പെരുമ്പാവൂർ ടൗൺ ചുറ്റി സമ്മേളന നഗരിയിൽ എത്തിച്ചേരും. കേന്ദ്ര മൃഗസംരക്ഷണ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. എൽദോസ് കുന്നപ്പിള്ളി MLA, മുൻ MLA ഷാജു പോൾ, നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ എന്നിവർ പങ്കെടുക്കും. യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട്, സംസ്ഥാന ജനറൽ സെക്രട്ടറി കോടുപുന്ന കൃഷ്ണൻ പോറ്റി, സ്വാഗത സംഘം ചെയർമാൻ PV ശിവദാസ് നമ്പൂതിരിപ്പാട്, ജനറൽ കൺവീനർ ശ്രീകുമാർ നമ്പൂതിരി, വർക്കിംഗ് ചെയർമാൻ സ്വർണത്ത് നാരായണൻ നമ്പൂതിരിപ്പാട്, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ഡോക്ടർ CS കൃഷ്ണകുമാർ, മീഡിയ കമ്മിറ്റി കൺവീനർ രാധാകൃഷ്ണൻ പുന്നശ്ശേരി, മുൻ സംസ്ഥാന അംഗം TRV നമ്പൂതിരിപ്പാട് എന്നിവർ പങ്കെടുത്തു. കേരളീയ നവോത്ഥാന യജ്ഞങ്ങളിൽ ഏറ്റവും ശക്തിമത്തായി പ്രവർത്തിക്കാനും ഏറെ സ്വാധീനം ചെലുത്താനും മറ്റ് സാമുദായിക സംഘടനകൾക്ക് പരിവർത്തനോന്മുഖമായ പ്രവർത്തന ശൈലികളിൽ മാതൃകയാകാനും യോഗക്ഷേമ സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ചരിത്ര സത്യമാണ്. അപ്പം അതൊരു സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും കലാരംഗത്തും ഒക്കെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഈ സംഘടന ഇന്നിപ്പോൾ കേവലം പരിമിതമായ അംഗസംഖ്യ ഉള്ളതാണെങ്കിൽ പോലും. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ.